Hi everyone, my name is Dixie Simendi. I'm from India. Today I'm talking about protect your child. വന്ദന എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് കുറേ നാളായിട്ട് കണ്ടിട്ടെന്ന്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 27-ാം തീയതി ക്ലാസ് ഉണ്ട്. 27-ാം തീയതി ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഇന്നലെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാനിവിടെ എത്തി. എന്നാൽ പിന്നെ ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അന്തോണി സുനാളുടെ പള്ളിയിലും പോയി CBI കോടതിയിലും പോകാമെന്നും പറഞ്ഞ് ഇറങ്ങി. എന്നിട്ട് ഞാൻ CBI കോടതി അപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പള്ളിയിൽ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. എന്നാൽ പിന്നെ CBI കോടതി പോയിട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ CBI കോടതി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പള്ളിയിൽ ഇഷ്ടം പോലെ സൂചി കുത്താൻ സ്ഥലമില്ലാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ കൊടിമരത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ചങ്ങോട്ട് അകത്തേക്ക് നീങ്ങിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ എനിക്കൊരു ഇച്ചിരി സ്പേസ് കിട്ടിയ മുട്ടുകുത്താനൊന്നും പറ്റില്ല, നിന്ന് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ്നോട്ടത്തിന് ഒരു കുറവുണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ ഡ്രസ്സും മറ്റുള്ളവരുടെ കമ്മലും ഇതൊക്കെ ആയിരിക്കും. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരെയും വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 25-26 പ്രായമുള്ളൊരു പെൺകൊച്ചി, 2 കുട്ടികളുണ്ട്. അത്ര പ്രായമുള്ളൂ ആ കുട്ടിക്ക്. 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ ആ കുട്ടികളുടെ അമ്മയാണത്. ആൺകുട്ടിയുടെ കയ്യിൽ ആ പെൺകൊച്ചി, അതായത് അവരുടെ അമ്മ കൈ പിടിച്ചിട്ടുണ്ട്. ആൺകൊച്ചിൻ്റെ കയ്യിൽ ആ പെൺകൊച്ചും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടികളുടെ അമ്മ ഉണ്ടല്ലോ, അമ്മ തിരക്ക് പിടിച്ച് അന്തോണി സുനാളിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അന്തോണി സുനാളിന് ഇപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നുള്ള മട്ടിൽ ഓടണേ. അപ്പോൾ ഈ ഓടുമ്പോഴത്തേക്കും എന്തേ, അമ്മയുടെ കയ്യിലുള്ള കൊച്ചി അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആൺകൊച്ചിൻ്റെ കയ്യിൽ പിടിച്ച് വെച്ചാൽ പെൺകൊച്ചുണ്ടല്ലോ കൈ വിട്ടുപോയി. എൻ്റെ അടുത്ത് വന്നപ്പോൾ വിട്ട്. നമ്മൾ ഈ വായി നോക്കിക്കൊണ്ടിരിക്കണേണല്ലോ. അപ്പോൾ ഈ പെൺകൊച്ചി ഇങ്ങനെ കരയണം, അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ നോക്കിയിട്ട് ചോദിച്ചു എന്തായെന്ന് ചോദിച്ചു. അമ്മ ഞാനപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അരമണിക്കൂർ വരെ നോക്കാം. നോക്കിയിട്ട് ഈ കൊച്ചിനെ വാച്ച് ചെയ്യുക. കൊച്ചിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. എന്നിട്ട് പ്രയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൊച്ചി ഇവിടെ നിൽക്കണേനെ അമ്മ പരക്കം പാഞ്ഞ് ഓടി. ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ തിരിച്ചു വന്ന് കൊച്ചിനെ വഴക്ക് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഓർത്തേ. കാരണം ഈ കുഞ്ഞുങ്ങളായിട്ടുള്ളവർ ഒന്നുകിൽ തിരക്കുള്ള സ്ഥലത്ത് പോവാതിരിക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിലേൽപ്പിച്ചിട്ട് പോവുക. അതെല്ലാം വീട്ടിൽ നോക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയണേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുക. ഇതേപോലെ മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊച്ചില്ലാതെ വീട്ടിലോട്ട് ചെന്നാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. ബാക്കി ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ അങ്ങനെയുള്ള തിരക്ക്, ഉത്സവ പറമ്പുകൾ, പള്ളിപ്പെരുന്നാളുകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കൊച്ചുങ്ങളെ ഭദ്രമായിട്ട് പിടിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക. കാരണം ഇപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ കുട്ടികളെ നമ്മളല്ലേ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുക. പ്രൊട്ടക്റ്റ് യുവർ ചൈൽഡ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അതാണ് വന്ദന എന്നെ കാണാഞ്ഞത്. ഞാൻ നാട്ടിൽ ഇന്നലെ വന്നു. ഇന്നത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് വന്നു. 27th ക്ലാസ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ലാസ് ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ഓക്കെ, ബൈ.